ഡോക്ടർ മോഹൻ വർഗീസ്, പശ്ചിമേഷ്യയിൽ സംഘർഷം വീണ്ടും രൂക്ഷമായിരിക്കുന്നു. യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും തീവ്രമായ ബോംബാക്രമണമാണ് US ഇറാനിൽ നടത്തുന്നത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാന്റെ തെക്കൻ തീരത്തെ പ്രധാന നഗരങ്ങളായ അസലുയെ, ഡെയ്ർ, ബുഷഹർ, ബന്ദർ അബ്ബാസ്, സിറിക് എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങൾ കേട്ടതായി ഇറാൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്ററും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാനിൽ US നടത്തുന്ന മൂന്നാം ഘട്ട ആക്രമണമാണല്ലോ ഇത്. പല തവണ മാസങ്ങളായി നമ്മൾ ഇതേ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, എപ്പോൾ ചെയ്യും എന്ന് ഒരു നിശ്ചയവുമില്ല. ഇപ്പോൾ മൂന്നാം ഘട്ട ആക്രമണത്തിന് ട്രംപിനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും? തേർഡ് വേവ് എന്ന് പറയാവുന്ന ഒരു മൂന്നാം ഘട്ട ആക്രമണം അമേരിക്ക ഇറാനെതിരെ നടത്തിയിരിക്കുന്നു. ഇറാൻ 2 ഘട്ടങ്ങളിലായി കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ, അതാദ്യം അയത്തുള്ള അലി ഖമനയുടെ ശവസംസ്കാരം നടക്കുന്ന വേളയിലും അതിനുശേഷം കഴിഞ്ഞ ദിവസവും കപ്പലുകളെ ആക്രമിച്ചു. 2 കപ്പലുകളെ കഴിഞ്ഞ ആഴ്ച, അതായത് സൗദി അറേബ്യയുടെയും ഖത്തറിൻ്റെയും കപ്പലുകൾ. അത് അപ്രതീക്ഷിതമായ ആക്രമണമാണ്. ഒരിക്കലും സൗദിയും ഖത്തറും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം സൗദിയും ഖത്തറും ഖബറടക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പ്രതിനിധികളെ ഇറാനിലേക്ക് വിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ഇറാനിൽ നിന്നൊരാക്രമണം ഒരുപക്ഷെ ഈ 2 രാജ്യങ്ങളും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആക്രമണ പരമ്പര എന്ന് പറയുന്നത് അത് ഒരു സൈപ്രസ് പതാക വഹിക്കുന്ന ഒരു കപ്പൽ, അതും ദക്ഷിണ തീരത്തുകൂടി പോവുകയായിരുന്നു. അതായത് ഇറാനോട് ചേർന്ന തീരമല്ല, മറിച്ച് ഒമാനോടും UAE-യോടും ചേർന്ന തീരത്ത് വെച്ച്, ഒമാൻ്റെ കിഴക്ക് ഭാഗത്ത് വെച്ച്, ഒമാൻ ഉൾക്കടലിൽ വെച്ച് അറ്റാക്ക് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഓരോ ആക്രമണത്തിനും വലിയ രീതിയിലുള്ള പ്രതികരണമാണ് അമേരിക്കയിൽ നിന്നും ഉണ്ടാകുന്നത്. ഏതാണ്ട് 140 മിലിറ്ററി കേന്ദ്രങ്ങൾ ആക്രമിച്ചു ഇറാനുള്ളിൽ എന്നാണ് അമേരിക്ക ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഇത് തീർച്ചയായും ഇറാനിൽ നിന്ന് പ്രകോപനം ഉണ്ടായോ എന്നാണ് ചോദ്യമെങ്കിൽ അത് വിശകലനം ചെയ്ത് മാത്രമേ അത് ഏത് തരത്തിലുള്ള പ്രകോപനമാണ് എന്ന് മനസ്സിലാവൂ. ഇറാൻ്റെ ഒരു ഡിക്ലെയർഡ് സ്റ്റാൻഡ് ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതൊരു പക്ഷം പിടിച്ചുകൊണ്ട് മനസ്സിലാക്കുക എന്നതല്ല, ഇത് വസ്തുതയായി മനസ്സിലാക്കണം. പക്ഷം മറ്റൊരു രീതിയിലാണ് അത് മനസ്സിലാക്കേണ്ടത്. വസ്തുത ഇതാണ്: ഇറാൻ പ്രഖ്യാപിച്ചു ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി തങ്ങളുടെ സ്വാധീന മേഖല ആയിരിക്കണം, അതിലെ കപ്പലുകൾക്ക് കടന്നു പോകാം. അതായത് വെടിനിർത്തൽ കാലാവധിയിൽ കപ്പലുകൾക്ക് കടന്നു പോകാം. പക്ഷേ ഇറാൻ്റെ അനുമതി ഉണ്ടാകണം. ഇറാൻ നിശ്ചയിക്കുന്ന പാതയിലൂടെ വേണം കപ്പലുകൾ കടന്നു പോകാൻ. മറ്റൊരു പാത സ്വീകരിച്ചാൽ തങ്ങൾ ഒരുപക്ഷെ ആക്രമിക്കും. അവരുടെ സുരക്ഷിതത്വം തങ്ങളുടെ ചുമതലയല്ല. ഇത് ഇറാൻ നേരത്തെ പറഞ്ഞതാണ്. അങ്ങനെ പറയാൻ ഇറാൻ അവകാശമുണ്ടോ എന്നത് മറ്റൊരു ഡിബേറ്റാണ്. അതുകൊണ്ട് സ്വാഭാവികമായി ഇറാൻ നിർദ്ദേശിച്ച പാത വിട്ട് മറ്റ് പാതയിലൂടെ കപ്പലുകൾ എന്തിനു പോകണം? ഇതാണ് ചോദ്യം. സ്വാഭാവികമായി ആ ചോദ്യം ഉയരും. എന്തുകൊണ്ടാണ്? ഇറാൻ്റെ മാത്രം കുത്തകയായി ഹോർമൂസിനെ നിലനിർത്താൻ അമേരിക്കയോ ഗൾഫ് രാജ്യങ്ങളോ തയ്യാറാവില്ല. അതുകൊണ്ട് ഓൾട്ടർനേറ്റ് പാതകൾ വേണം. എല്ലാം ഹോർമൂസിലൂടെ തന്നെയാണ് എങ്കിൽ പോലും കുറച്ചുകൂടി സതേൺ റൂട്ട് എന്ന് പറയാം. ആ റൂട്ടിൽ ഇറാൻ ആക്രമിച്ചു എന്നാണ് കരുതുന്നത്. ആദ്യ 2 കപ്പലുകളെ, സൗദിയുടെയും ഖത്തറിൻ്റെയും കപ്പലുകളെ ഇറാൻ ആക്രമിച്ചതായി ഇറാൻ ക്ലെയിം ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ ഇപ്പോൾ സൈപ്രസ് പതാക വഹിച്ച ആ കപ്പൽ കൃത്യമായി ആക്രമിച്ചു എന്നാണ്. എൻജിൻ റൂം കത്തിപ്പോവുകയും ഒരാൾ മിസ്സിംഗ് ആണ്. ഈ ക്രൂ മെമ്പേഴ്സിനെ രക്ഷപ്പെടുത്തി, അതായത് ലൈഫ് ബോട്ടുകളിൽ അവർ രക്ഷപ്പെട്ടു വന്നു. അവരെ സ്വീകരിച്ചു, ഒമാൻ സ്വീകരിച്ചു. ഇതാണ് റിപ്പോർട്ടുകൾ. അവിടെ ഇന്ത്യൻ നാവികരും ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യയും ശക്തമായ ആശങ്കയും പ്രതിഷേധവും രേഖപ്പെടുത്തുകയും ചെയ്തു. ആ രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ എന്തിന് ഇതൊരു തുടർ നടപടിയായി നീങ്ങുകയാണ്. അതായത് ഇത് 1ഉം 2ഉമല്ല, ഇതൊരു നയത്തിൻ്റെ ഭാഗമായി വരികയാണ്. ആകസ്മികമായി ആക്സിഡൻ്റലായി വന്ന ഒരു ആക്രമണമായി ഇതിനെ കാണാനാവില്ല. ഏത് കപ്പൽ ഹോർമൂസ് കടന്നാലും അത് ഇറാൻ നിർദ്ദേശിക്കുന്ന പാതയിലല്ല എങ്കിൽ തുടർച്ചയായി ആക്രമണം ഉണ്ടാകും എന്നതിൻ്റെ സൂചന തന്നെയാണ്. അതിനുള്ള കപ്പാസിറ്റി ഇറാൻ ഉണ്ടോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇറാന് അത്യാവശ്യം ആയുധങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. അത്യാവശ്യം മാത്രമല്ല, വലിയ തോതിൽ ആയുധ സംഭരണശാലകൾ ഇറാനിലുണ്ട് എന്നത് തന്നെയാണ്. അത് മിക്കതും ഇറാൻ്റെ ദക്ഷിണ ഭാഗത്താണ്. അതുകൊണ്ടാണ് ബന്ദർ അബ്ബാസ്, അത് തന്ത്രപ്രധാനമായ ഒരു തുറമുഖ നഗരമാണ്. അതുപോലെ സിറിക്,
മറ്റൊരു തുറമുഖ നഗരമാണ്. അതുപോലെ തെക്ക് ഭാഗത്തുള്ള അത് ഹോർമൂസിന് അഭിമുഖമായി നിൽക്കുന്ന പേർഷ്യൻ ഗൾഫിലുള്ള ഇറാൻ്റെ പല തുറമുഖങ്ങളും ആക്രമിക്കപ്പെട്ടു. അതാണ് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. അവിടെയാണ് മിസൈലുകളുടെ താവളങ്ങൾ, മിസൈലുകൾ ശേഖരിച്ച് വച്ചിരിക്കുന്നത്, മിസൈലുകൾ വിന്യസിക്കുന്ന ലോഞ്ച് പാഡുകൾ, മാത്രമല്ല ഡ്രോണുകൾ നിയന്ത്രിക്കുന്ന സെൻറ്റേഴ്സ്. എല്ലാം മിസൈലുകളല്ല, ഡ്രോണുകളാണ് പലപ്പോഴും ആക്രമണത്തിന് ഉപയോഗിക്കുന്നത്. ഇത് നൂറുകണക്കിന് ഡ്രോണുകളാണ്. ചെലവ് കുറഞ്ഞ ഡ്രോണുകൾ ഇറാൻ വിജയകരമായി വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട്. അതുകൊണ്ട് ഇതിനെയൊക്കെ ഒറ്റയടിക്ക് ഏതാനും ആക്രമണത്തിലൂടെ 140 ഇടങ്ങളിൽ ബോംബ് ചെയ്തു എന്ന് പറഞ്ഞാലും അതൊന്നും കൊണ്ട് ഇറാൻ്റെ ആക്രമണ സാധ്യത, ഇറാനിൽ നിന്നുള്ള ആക്രമണ സാധ്യത പൂർണ്ണമായി ഒഴിവാക്കാനും ആവില്ല. പക്ഷേ അത്രയധികം സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയിട്ടും തുടർച്ചയായി ഇറാൻ വീണ്ടും കപ്പലുകളെ ആക്രമിക്കുന്നു എങ്കിൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. അർത്ഥം ഇതാണ്: ഹോർമൂസ് ആണ് തങ്ങളുടെ അവസാന ആശ്രയം. തങ്ങളുടെ തുറുപ്പുചീട്ട് ഹോർമൂസ് ആണ്. തങ്ങളുടെ ഹബ് ഓഫ് ഓൾ ഫ്യൂച്ചർ ഡിപ്ലോമസി വിൽ റിവോൾവ് അറൗണ്ട് ഹോർമൂസ്. ഹോർമൂസ് എന്ന അച്ചുതണ്ടിന് ചുറ്റുമായിരിക്കും ഭാവിയിൽ ഇറാനിയൻ നയതന്ത്രം കറങ്ങാൻ പോകുന്നത്. അതിനർത്ഥം എന്താ? ഹോർമൂസ് ഏതെങ്കിലും കാരണവശാൽ ഹോർമൂസിലൂടെ സുഗമമായി, യുദ്ധമുണ്ടാകുന്നതിന് മുൻപുള്ള രീതിയിൽ സുഗമമായി നാവിഗേഷൻ, അതായത് കപ്പലുകൾ നീങ്ങാം എന്നാണ് അവസ്ഥയെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഇറാൻ സമ്മതിച്ചു കൊടുത്താൽ ഇറാന് പിന്നെ വിലപേശൽ ശക്തിയേ ഉണ്ടാവില്ല. അതുകൊണ്ട് യുദ്ധത്തിന് മുൻപുള്ള സാഹചര്യം ഇനി അങ്ങ് മറന്നേക്കൂ. ഹോർമൂസ് തങ്ങളുടേതാണ്. 60 ദിവസത്തേക്കുള്ള ഒരു ബ്രീത്തിൻ പീരീഡ് മാത്രമാണ് വെടിനിർത്തൽ കാലാവധിയിൽ തങ്ങൾ നൽകിയത്. അതിനുശേഷം ഒരുപക്ഷെ കപ്പൽ കടന്നു പോകണമെങ്കിൽ, ഏത് രാജ്യത്തിൻ്റെ കപ്പൽ കടന്നു പോകണമെങ്കിലും തങ്ങൾക്ക് ചുങ്കം പിരിക്കാൻ അവകാശമുണ്ട്. അതൊരു പക്ഷേ ഡിഫറൻഷ്യൽ റേറ്റ്സ് ആയിരിക്കും. തങ്ങൾക്ക് താല്പര്യമുള്ള രാജ്യങ്ങൾക്ക് കുറവും താല്പര്യം ഇല്ലാത്ത രാജ്യങ്ങൾക്ക് വലിയ രീതിയിലും ഉള്ള ചുങ്കം പിരിക്കാനും വേണ്ടി വന്നാൽ തടയാനും ഒക്കെയുള്ള അവകാശമായിരിക്കണം ഇറാൻ പദ്ധതിയിൽ വെച്ചിരിക്കുന്നത്. കാരണം അത് വെച്ചിട്ടാണ് വിലപേശൽ. ഒരു കാര്യം ഉറപ്പാണ്, പ്രാഥമിക വിഷയം ആണവ വിഷയമായിരുന്നു. അത് ഏതാണ്ട് പൂർണ്ണമായി മനസ്സിൽ നിന്നും മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ പൂർണ്ണമായും വിഷയം മുഴുവൻ ആക്രമണം, പ്രത്യാക്രമണം, നയതന്ത്രം, ചർച്ചകൾ എല്ലാം തന്നെ ഹോർമൂസ് എന്ന കല്ലിൽ തട്ടി നിൽക്കുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, തന്നെ വധിക്കാനായി ഇറാൻ ശ്രമിച്ചാൽ ആ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ആക്രമണം നടത്താൻ നിർദ്ദേശം നൽകിയതായാണ് ട്രംപ് ഇന്നലെ പറഞ്ഞത്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് 2 തവണ ട്രംപിന് നേരെ വെടിയുതിർത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആ അവസരങ്ങളിൽ പോലും ആത്മവിശ്വാസം കാട്ടിയ ട്രംപ് ഇപ്പോൾ അങ്ങനെയല്ല പ്രതികരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും അത് വ്യക്തവുമാണ്. പുകൾപെറ്റ FBI, CIA പോലുള്ള ഏജൻസികളും പ്രസിഡന്റിൻ്റെ സുരക്ഷ മാത്രം അജണ്ടയായുള്ള സീക്രട്ട് സർവീസും ഉണ്ടായിട്ടും ഇറാന് തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ട്രംപ് ആത്മവിശ്വാസത്തോടെ പറയുന്നില്ല. വധിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന നിർദ്ദേശം കൊടുത്തുവെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താൻ വധിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയല്ലേ ഡൊണാൾഡ് ട്രംപ് വിശ്വസിക്കുന്നത്? ഇപ്പോഴും ഇറാൻ്റെ ശക്തിയിൽ ട്രംപ് ഭയക്കുന്നു എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണോ ഇപ്പോഴത്തെ ആക്രമണം? അങ്ങനെ വിലയിരുത്താമോ? ട്രംപ് ഭയചകിതനാണ് എന്ന് സ്വയം സമ്മതിക്കുകയാണ്. താൻ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ ശക്തനായ പ്രസിഡൻ്റാണ് എന്ന് ഒരു വശത്ത് ക്ലെയിം ചെയ്യുന്നു. അത് ശരിയുമാണ്. അദ്ദേഹം അമേരിക്കയാണ് ഏറ്റവും വലിയ സൈനിക ശക്തി, ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി, അതൊക്കെ ശരിയാണ്. അതിൻ്റെ പ്രസിഡൻറ്റുമാണ്. അപ്പം ശക്തനായ പ്രസിഡൻ്റാണോ എന്നത് ഡിബേറ്റബിൾ പോയിൻ്റാണ്. ആ ശക്തിയുടെ അടിസ്ഥാനം കൺസിസ്റ്റൻസിയാണ്. ഒരു പ്രസിഡൻറ്റിൻ്റെ ശക്തി, ഒരു പ്രസിഡൻറ്റിൻ്റെ മനസ്ഥിരത ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ നയിക്കാനുള്ള ഇച്ഛാശക്തി, അത് മാത്രം പോരാ, അതിലൊരു കൺസിസ്റ്റൻസി വേണം, പറയുന്ന കാര്യത്തിന് ഉറപ്പ് വേണം, വിശ്വാസ്യത വേണം. അമേരിക്കയ്ക്കുള്ളിലും ലോകത്തിൻ്റെ ഇടയിലും വിശ്വാസ്യത ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു വ്യക്തിയായി ട്രംപ് ഒരിക്കലും അവതരിച്ചിട്ടില്ല. അത് മുൻകാലത്ത്, അതായത് ആദ്യ ഊഴത്തിൽ, താൻ ആദ്യം പ്രസിഡൻ്റായ ഒരു 4 വർഷ കാലഘട്ടത്തിൽ കുറേയൊക്കെ തനിക്ക് വാക്കുകൾ പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറേയൊക്കെ സ്ഥിരത കൊണ്ടുവരാൻ, അമേരിക്കയ്ക്കുള്ളിൽ സ്ഥിരത കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കലഹപ്രിയനായ പ്രസിഡൻ്റ് എന്ന രീതിയിലല്ലായിരുന്നു അന്ന് ട്രംപിൻ്റെ ഇമേജ്. പക്ഷേ 2ാം വരവിൽ അദ്ദേഹം വളരെ ഖിന്നനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് പ്രക്ഷുബ്ധമാണ്. അതിനുള്ള കാരണമാണ് ഒരുപക്ഷെ ഈ ചോദ്യത്തിൽ ശ്രീ ജമീഷ് ചോദിച്ചിരിക്കുന്നത്. ട്രംപിൻ്റെ മനസ്സിനെ പിടിച്ചുലച്ചത് തനിക്ക് നേരെ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ നടന്ന 2 ആക്രമണങ്ങൾ.
ഈ 2 ആക്രമണവും തലനാരിഴയ്ക്ക് ട്രംപ് രക്ഷപ്പെട്ടു. അതിൽ പ്രത്യേകിച്ച് ഒരു ആക്രമണത്തിൽ ചെവിയുടെ ഒരു ചെറിയ ഭാഗം തുളച്ച് വെടിയുണ്ട കടന്നുപോയി. അതായത് കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്ത് തട്ടി നിന്നു എന്ന് പറയുന്നത് പോലെ തലനാരിഴയ്ക്കാണ് ട്രംപ് രക്ഷപ്പെട്ടത്. ട്രംപിനെ ആരോ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യം വന്നിരിക്കുന്നു, എന്തെങ്കിലും സോഴ്സിൽ കൂടിയാകണം, തന്നെ വധിക്കാൻ പ്ലാൻ ഇട്ടത് ഇറാൻ്റെ ഭരണകൂടം ഏൽപ്പിച്ച ഏജൻസാണ്. ഇതിന് തെളിവൊന്നുമില്ല, ഇത് ഊഹക്കണക്ക് മാത്രമാണ്. ട്രംപിനെ വധിക്കാൻ പല കാരണങ്ങളുണ്ടാവാം, പലർക്കും പല കാരണങ്ങളുണ്ടാവാം, അതെല്ലാം ഇറാനാണ് എന്ന് കൃത്യമായി പറയാനാവില്ല. പക്ഷേ ട്രംപ് അങ്ങനെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തുടക്കം മുതൽ തന്നെ ചില കണക്ക് തീർക്കൽ, അപ്പോൾ തൻ്റെ പ്രതിയോഗി ആയത്തുള്ള അലി ഖൊമേനിയാണ്, അദ്ദേഹത്തെ വകവരുത്തണം, തന്നെ വകവരുത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ വ്യക്തിയെ വകവരുത്തണം, ആ രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കളെ വകവരുത്തണം. ഇത് ട്രംപിൻ്റെ, ഇത് ഇസ്രായേലിൻ്റെ ആശയമായിരുന്നു ഒറിജിനലി. പക്ഷേ അതിപ്പോൾ ട്രംപിൻ്റെ ആശയമായി മാറിയിരിക്കുന്നു. അതിൽ ഇസ്രായേൽ വിജയിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം. ഒരുപക്ഷെ ട്രംപിൻ്റെ മനോഭാവം അങ്ങനെ ആക്കി എടുത്തതിൽ ഇസ്രായേലിൻ്റെ ഒരു വലിയ ശ്രമം വിജയിച്ചതായി വേണമെങ്കിൽ കരുതുകയും ചെയ്യാം. പക്ഷേ എന്തായാലും ട്രംപിനെതിരെ വധഭീഷണിയുണ്ട് ഇറാനിൽ നിന്നും. ഇറാൻ്റെ പരമോന്നത നേതൃത്വം തന്നെ അത് പലയാവർത്തി പറഞ്ഞു, ട്രംപ് എലിമിനേറ്റഡ് ആവേണ്ട ആളാണ്. മാത്രമല്ല ഇപ്പോൾ പല തലങ്ങളിലുള്ള ഫത്വ നിലവിലുണ്ടല്ലോ. അപ്പം ഈ പല ഇറാനിയൻ ക്ലറിക്സും ട്രംപിനെതിരെ അല്ലെങ്കിൽ അമേരിക്കൻ നേതൃത്വത്തിനെതിരെ, ഇസ്രയേലിൻ്റെ നേതൃത്വത്തിനെതിരെ, ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും ഒക്കെ ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതായത് അത് ഒരു നിർദ്ദേശം എന്ന രീതിയിലാണ്, ഒരു ആജ്ഞ അല്ലെങ്കിൽ നിർദ്ദേശം. അത് നിയമമെന്ന് പറയാനാവില്ല, പക്ഷേ നിർദ്ദേശം എന്ന രീതിയിലാണ്. പണ്ട് ഫത്വ പുറപ്പെടുവിച്ച ഒരു ഫേമസ് ഫത്വ ഉണ്ടല്ലോ, 1989 അന്നത്തെ ആയത്തുള്ള ഖൊമനൈ, അതായത് റുവള്ള ഖൊമനൈ, അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് ഒരു വ്യക്തിക്കെതിരെ, ഒരു ഇന്ത്യൻ വേരുകളുള്ള സൽമാൻ റുഷ്ദി എന്ന വ്യക്തിക്കെതിരെ, നോവലിസ്റ്റാണ്, സറ്റാനിക് വേഴ്സസ്, സാത്താൻ്റെ വചനങ്ങൾ എന്ന ഒരു നോവൽ എഴുതി എന്ന കാരണത്താൽ അത് ഇസ്ലാമിക വിരുദ്ധമാണ്, അത് ബ്ലാസ്ഫമസ് ആണ്. അതുകൊണ്ട് ആ നോവലിൻ്റെ രചയിതാവ്, കർത്താവ് വധിക്കപ്പെടണം എന്ന ഫത്വ ഇറക്കിയിട്ടുണ്ട് ഇറാനിൽ നിന്നും. അപ്പോൾ ആ ഫത്വ നടപ്പാക്കാൻ സാധിച്ചില്ല, അദ്ദേഹത്തിനെ ആർക്കും വധിക്കാൻ സാധിച്ചില്ല, അദ്ദേഹം സുരക്ഷിതനായി മുന്നോട്ട് പോയി. ട്രംപും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ FBI അന്വേഷണങ്ങൾ അല്ലെങ്കിൽ CIA വലിയൊരു രഹസ്യാന്വേഷണ സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കാനാവില്ലല്ലോ. അതുപോലെ മൊസാദാണെങ്കിലും അമേരിക്കൻ പ്രസിഡൻറ്റിനെതിരെ നടക്കാൻ സാധ്യതയുള്ള ഏത് വധശ്രമവും മുൻകൂട്ടി കണ്ടെത്താൻ CIA-ക്കും മൊസാദിനും, ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിനും ഒക്കെ കഴിയും. അതുമാത്രമല്ല അതീവ സുരക്ഷാ സംവിധാനമാണ് ട്രംപിനുള്ളത്. ട്രംപ് തന്നെ കഴിഞ്ഞ ഖത്തർ കൊടുത്തൊരു വിമാനത്തിലാണ് ഈ ചർച്ചയ്ക്ക് വേണ്ടി ജനീവയിലെത്തിയത്. പക്ഷേ തിരിച്ചു പോയപ്പോൾ ആ വിമാനമല്ല ഉപയോഗിച്ചത്. അതിനിടയിൽ വെച്ചാണ് പിന്നീട് തുർക്കിയുടെ തലസ്ഥാനമായ തുർക്കിയുടെ പ്രധാനപ്പെട്ട നഗരമായ അങ്കാറയിലെത്തുന്നു. അങ്കാറയിലാണ് ഈ അങ്കാറയിൽ ആണ് നെയ്റ്റോയുടെ ചർച്ചകൾ നടന്നത്. നെയ്റ്റോ സമ്മേളനം നടന്നത് അങ്കാറയിൽ, തുർക്കിയിൽ വെച്ചാണ്. അവിടുന്ന് തിരിച്ചുപോയത് ഇംഗ്ലണ്ട് വഴി അമേരിക്കയിലേക്കുള്ള തിരിച്ചുപോക്ക് എയർഫോഴ്സ് 1-ലാണ്. അത് ട്രംപിൻ്റെ ഒഫീഷ്യൽ വിമാനമാണ്, അമേരിക്കയുടെ പ്രസിഡൻറ്റുമാരെ ക്യാരി ചെയ്യുന്ന എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുമുള്ള വിമാനമാണ്. അപ്പോൾ ട്രംപിന് ഒരു ആത്മവിശ്വാസക്കുറവ് കാണാം. സുരക്ഷാ ഭീഷണി താൻ നേരിടുന്നു എന്ന് അദ്ദേഹം സ്വയം ചിന്തിക്കുന്നു. അതിൽ തെറ്റൊന്നുമില്ല, അത് സ്വാഭാവികമാണ്. ഇറാൻ അദ്ദേഹത്തെ വധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയത്തുള്ളയുടെ ഭാഗത്തുനിന്ന് തന്നെ പല പ്രസ്താവനകളും അതേക്കുറിച്ച് വന്നു. അതുകൊണ്ട് സുരക്ഷ ഉണ്ടാവണം. പക്ഷേ അത് അമേരിക്കയുടെ തീരുമാനങ്ങളെ ബാധിച്ചു തുടങ്ങുമ്പോഴാണ് അത് ഗൗരവമാകുന്നത്. മുൻപ് അമേരിക്കൻ പ്രസിഡൻറ്റുമാർ വധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത്രയും സുരക്ഷ ഉണ്ടായിട്ടും ഉണ്ട്. 4 അമേരിക്കൻ പ്രസിഡൻറ്റുമാർ വധിക്കപ്പെട്ടിട്ടുണ്ട്. 1865 വിഖ്യാതനായ എബ്രഹാം ലിങ്കൻ വധിക്കപ്പെട്ടു. അദ്ദേഹം സർവാദരണീയനായ വ്യക്തിത്വമാണ്, എങ്കിലും വധിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ജീവന് സംരക്ഷണം നൽകാൻ ഒരു അന്വേഷണ ഏജൻസികൾക്കും ഒരു സംവിധാനങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. അതുപോലെ പിന്നീടും പ്രസിഡന്റ് വധിക്കപ്പെട്ടിട്ടുണ്ട്. 1963 അവസാനമായി ഒരു പ്രസിഡന്റ് വധിക്കപ്പെട്ടത് ജോൺ എഫ് കെനഡിയാണ്, 1963. അപ്പം ആ കാലഘട്ടത്തിലൊക്കെ 1901 ഒരു പ്രസിഡന്റ് വധിക്കപ്പെട്ടിട്ടുണ്ട്. 4 പ്രസിഡന്റുമാർ, അമേരിക്കയുടെ പ്രസിഡന്റുമാർ വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നതും ഒരുപാട് എണ്ണിയാലൊടുങ്ങാത്ത രീതിയിൽ വധശ്രമങ്ങൾ നാളിതുവരെ ഉണ്ടായിട്ടുണ്ട് എന്നതും വെച്ച് നോക്കുമ്പോൾ ട്രംപിന് നേരെ ഉണ്ടായ വധശ്രമം ഗൗരവത്തിലെടുക്കേണ്ടത് തന്നെയാണ്. ഇനിയും ഉണ്ടായേക്കാം. അദ്ദേഹം ഒരുപക്ഷെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറിക്കഴിഞ്ഞാലും
വ്യക്തിപരമായി അദ്ദേഹത്തിനെതിരെ ഒരു ഫത്വ നിലനിൽക്കാൻ സാധ്യത തള്ളിക്കളയാനാവില്ല. അദ്ദേഹത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമല്ല കാണുന്നത്, അദ്ദേഹം എന്ന വ്യക്തി എടുക്കുന്ന ചില തീരുമാനങ്ങൾ. ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് മറ്റൊരു വ്യക്തിയായിരുന്നുവെങ്കിൽ ഈ രീതിയിലുള്ള യുദ്ധം ഉണ്ടാകാൻ സാധ്യത കുറവായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് അമേരിക്കയ്ക്കുള്ളിലും പുറത്തും കൂടുതൽ. അതുകൊണ്ട് വ്യക്തി ഒരു ഘടകം തന്നെയാണ്. തീരുമാനമെടുക്കൽ പ്രക്രിയയിൽ വ്യക്തിയുടെ ഒരു തീരുമാനം വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത്, എന്നെ വധിക്കാൻ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും പ്ലാൻ ഇട്ടിട്ടുണ്ട് എങ്കിൽ 1000 മിസൈലുകൾ ഇറാനെതിരെ അയക്കും, പൂർണ്ണമായി നശിപ്പിക്കും. ഇതൊക്കെ വമ്പ് പറച്ചിലാണ് എന്ന് പറയുമ്പോഴും ഒരു ഭയാശങ്കയുള്ള ഒരാൾ ഏറെ വർത്തമാനം പറയും എന്ന് പറയുന്നത് പോലെ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ട്, മാനസിക സമ്മർദ്ദമുണ്ട്. തീർച്ചയായും അമേരിക്കയ്ക്ക് വേണ്ടത് ക്ലാരിറ്റിയാണ്, ക്ലാരിറ്റി ഓഫ് തോട്ടാണ്. ശക്തമായ രാജ്യമാണ്. അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാകണം, വ്യക്തത ഉണ്ടാകണം. അല്ലാതെ ഇസ്രായേലിൻ്റെ വാക്ക് കേട്ടൊരു തീരുമാനം എടുക്കുക എന്നതല്ല. അതുമാത്രമല്ല, ചില കാര്യങ്ങൾ ചെയ്തു കൂടാത്ത കാര്യങ്ങളുണ്ട്. അനാവശ്യമായി ഒരു ശത്രുവാണെങ്കിൽ പോലും ഒരു രാജ്യത്തെ പ്രകോപിപ്പിച്ചിട്ട് കാര്യമില്ല. ഒരു രാജ്യത്തെ ജനതയ്ക്കെതിരെയൊക്കെ യുദ്ധപ്രഖ്യാപനം ശരിയല്ല. ഭരണകൂടം മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. പക്ഷേ ജനവാസ കേന്ദ്രങ്ങൾ, ഒരു സംസ്കാരം, അതിനെയൊക്കെ തച്ചുടയ്ക്കണം എന്ന രീതിയിൽ ഒരു പ്രസിഡന്റ് ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ക്ലാരിറ്റി കുറവാണ്, ഭയാശങ്കകൾ തന്നെയാണ് കാരണം. അത് ട്രംപിൻ്റെ കാര്യത്തിലും കൃത്യമായി പറയാം.